നീ വിഷമിക്കരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ. ഫാൽഗുനൻ ഒന്ന് തലയുട്ടി വീണു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അവൾ കുറച്ച് ഗുളികകൾ കൊടുത്ത് കിടത്തിയിരിക്കുക. 2 കാലും അനങ്ങുന്നില്ല. ഈ കുടുംബത്തിലുള്ളതാ. കിട്ടുമ്പോ അവൻ വാതരോഗം വന്നാ മരിച്ചത്. പക്ഷെ അത് വളരെ പ്രായമായിട്ടാ. ഇവൻ ഇപ്പോഴേ ഇത് വന്നല്ലോ എന്റെ ശ്രീപത്മനാഭ. എന്താ എന്ത് പറ്റി? തല കറങ്ങിയത് മാത്രം ഓർമ്മയുണ്ടടാ. ബോധം വന്നപ്പോ ഇവിടെ കിടക്കുന്നു. ലത എവിടെ? ഇതുവരെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ കുളിക്കാൻ അങ്ങോട്ട് പോയി. ഞാൻ ഈ പൊക്കുന്ന പോലെ അച്ഛനെ കാല് സ്വയം പൊക്കമൊക്കെ നോക്കി. മേലാന്ന് അങ്ങനെ പറയരുത്. അത് മനസ്സിനെ കുറച്ച് ധൈര്യം കൊടുത്ത് സ്വയം പൊക്കാനായിട്ട് ശ്രമിക്കണം. നോക്ക ഇപ്പൊ ഞാൻ ഈ കാര്യം ഇങ്ങനെ പൊക്കുന്നു. അച്ഛനിങ്ങനെ പൊക്കമൊക്കെ നോക്കി. പോയി. അയ്യോ, വേദനയുണ്ടോ? വേദനയുണ്ടോ? ഇല്ല, മനസ്സിലാ വേദന. നീ അവിടെ എന്ത് ചെയ്യണ പോലെ ഒന്നും അറിയാൻ മേലല്ലോ. പ്രഭ എപ്പോ വന്നു? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അത് അത്രയ്ക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നില്ല. സീരിയസ് അല്ലാന്ന് തോന്നുന്നുണ്ട്. ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തോ? കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. ബി പി കുറച്ച് ഹൈയാ. വാട്ട് ഈസ് യുവർ ഡയഗ്നോസിസ്? അത് പാർഷ്യൽ പാരാലിസിസ് ആണോന്നൊരു സംശയം. എന്നാൽ എന്റെ ഫൽഗുണ, തലയ്ക്ക് മൂത്ത ഞാനും വല്യണ്ണനും പയറുപോലെ ഓടി നടക്കുമ്പോ നിനക്ക് ഈ ഗതി വന്നല്ലോടാ. നിന്റെ 60-ാം പിറന്നാൾ ഉണ്ടായിരുന്നു, നിനക്ക് ഇടയുണ്ടാവില്ലാന്ന് പണ്ട് വേര് കണിയാൻ പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലോടാ ഫൽഗു. എന്റെ ഭഗവതി, ഞാനിത് എങ്ങനെ സഹിക്കും? നീ കരയാതെ, അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ഇതായിരിക്കും ദൈവനിശ്ചയം. ഇപ്പൊ കാല് മാത്രമല്ലേ തളർന്നുള്ളൂ. ഇനി അമ്മ കരഞ്ഞു കഴിഞ്ഞ അമ്മാവന്റെ മനസ്സും കൂടെ തളർത്താതെ. മീനമാസത്തിലെ സൂര്യൻ ചുട്ടുവഴുത്തു നിൽക്കുമ്പോ കൊച്ചമ്മാവൻ ഈ കിടന്നല്ലോ. തളർവാദം വരാൻ മീനോന്നോ മേടോന്നോ മറ്റോ ഉണ്ടോടാ മംഗള. നിങ്ങളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നത് കാണുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം. ശരിയാമ്മേ, എത്ര നാളെന്ന് കരുതി ഈ കിടപ്പ് കാണും. നമ്മളെ വടക്കേലെ പണിക്കരിയേട്ടൻ ഇതുപോലെ കിടന്നല്ലേ. 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊലിയെല്ലാം അങ്ങ് പൊളിഞ്ഞു, മുറിക്കകത്താകെ ഒരു സ്മെല്ല്. എന്നാലെന്താ, അധികം കിടക്കേണ്ടി വന്നില്ലല്ലോ. അതെ അതെ, 18 വർഷമായി കിടന്നോളൂ. ഇതിനി എത്ര കാലം കിടക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? അമ്മേ, നമുക്ക് പോവാമേ. വല്യമ്മാനെ കൂടെ കൊണ്ടുപോവാ. അയ്യോ, അണ്ണനെ ഞാൻ വിടത്തില്ല. അണ്ണനെ കണ്ടോണ്ടിരിക്കുന്നതാ എനിക്കൊരു സമാധാനം. പക്ഷെ വല്യമ്മാവിനൂടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സമാധാനക്കേടുണ്ട്. ഇപ്പോഴത്തെ തളർവാദം പകരുമെന്നാ വിവരമുള്ളവർ പറയുന്നത്. എന്നാ പിന്നെ ഫൽഗു, ഞാൻ എവരുടെ കൂടെ? വെല്ലെണ്ണം പോകരുത്. പോയാ പിന്നെ ഞാനിവിടെ കിടക്കത്തില്ല. അല്ല, വെല്ലെണ്ണൻ എവിടെയാണോ അവിടെ ഞാൻ കിടക്കത്തുള്ളൂ. എനിക്ക് വെല്ലെണ്ണനെ കണ്ടോണ്ട് തന്നെ മരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒരിടത്തും വരുന്നില്ല. ഇവിടെ എന്റെ കൂടെ തന്നെ ഇരിക്കാൻ പോകും. അത് വല്യണ്ണൻ എന്നെ കൊച്ചാക്കിയതല്ലേ. അണ്ണനെ പോലെ തന്നെയല്ലേ എനിക്ക് ഫൽഗുണൻ. രണ്ടിലൊന്നും അറിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കൊച്ചമ്മാവന്റെ അസുഖം ഭേദമാവുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ കൂടാം. അമ്മാവന്മാരെ സന്തോഷിപ്പിക്കാൻ ഞാൻ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. എടി കൗസു, നീ അറുമണി പടിഞ്ഞെടുത്തേ. എന്റെ ശ്രീപത്മനാഭ. രാമ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ. എന്നാലും നമ്മുടെ കൈവിട്ടു പോയല്ലേ മക്കളെ. രാമ രാമ രാമ. ഈശ്വര, ആ വാച്ച് റിപ്പയറുടെ സെക്കൻഡ് സൂചി നിൽക്കാതെ ഇനി അപ്പൂപ്പൻ അവിടുന്ന് വിട്ടു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. അല്ല, അതെ, ഈ പ്രതികളുടെ പുറകെ നടക്കുന്നത് പോലെ ഞാൻ അപ്പൂപ്പന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണെന്ന് സ്റ്റേഷനിൽ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ തന്നെ എന്റെ നോട്ടവും ഭാവവും ഒക്കെ ഏതാണ്ട് ഒരു കള്ളനെ പോലെ ആയിട്ടുണ്ട്. ഇനി ഈ നാറ്റ കേസിന് ഞാൻ ഇല്ല നകുല. എന്റെ ഈ അവസ്ഥ കണ്ടിട്ടും അന്നെന്റെ മനസ്സൊന്നും അലിയുന്നില്ലല്ലോ.
അതാ എനിക്ക് വിഷമം. നീ എന്തോന്നാ ഈ പറയുന്നേ? നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ കാശി യാത്ര പോലും മാറ്റിവെച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നേ? അതുകൊണ്ടായില്ലല്ലോ അണ്ണ. എന്നെക്കായാലും വിശ്വാസം അണ്ണന് ആ ആറുമുഖം തമ്പിയല്ലേ. എന്ന് ആര് പറഞ്ഞു? തമ്പിയുമായിട്ട് ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് നിന്നെ പോലാണോ എനിക്കവൻ? ആ ഏർപ്പാടുകളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാ ഞാൻ പറയുന്നത്. തീർക്കണം. ഞാനത് നേരത്തെ വിചാരിച്ചതാ. അവസരമൊത്ത് വരട്ടെ. എപ്പോ എങ്ങനെ തീർത്താലും ഈ അനിയന്റെ കാര്യം ഓർമ്മ വേണം. എന്റെ മനസ്സ് നീയേ ഉള്ളടാ ഫൽഗു. അത് മതിയണ്ണ. മതി മോളെ. 2 എണ്ണല്ലേ കഴിച്ചുള്ളൂ. ഫൽഗുനെ നീ കിടപ്പ് കിടക്കുന്ന കണ്ടിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല കുഞ്ഞെ. വല്യച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. 2-3 ദിവസത്തിനുള്ളിൽ അച്ഛനെ ഞാൻ എണീപ്പിച്ച് നടത്തി തരാം. നേരോ? എന്തൊന്നും ഇല്ലാതെ അവൻ പഴയ പോലെ നടക്കുവോ? നടക്കും. എന്നാ 2 എണ്ണം കൂടി താ. മതി കുഞ്ഞെ. വന്നേ പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല. ആര്? വല്യച്ഛൻ. പിന്നെ അസിഡിറ്റിയും കുറച്ച് കൂടുതലാ. ആർക്ക്? വല്യച്ഛന്. കഴിച്ചു കഴിയാറായോ? ആ. എങ്ങോട്ടാ കൊണ്ട് കളയേണ്ടത്? നേരത്തെ പറയണം, എന്നാലും എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂ. എനിക്കിവിടെ ആരും വേണ്ട. ഞാൻ, എന്റെ ഭാര്യ, എന്റെ കുട്ടി, എന്റെ അച്ഛൻ. എന്റെ മനസ്സമാനം തീർക്കാൻ ഞാൻ ആരും അനുവദിക്കുകയില്ല. എന്റെ മനസ്സിൽ ഇപ്പോൾ വേദാന്തവും ഇല്ല. അത് പ്രഭേ, അച്ഛന് സുഖമില്ലെന്നറിഞ്ഞ് വന്നതല്ലേ? എന്റെ അച്ഛനെ നോക്കാൻ ഞാനുണ്ട്. അതിനുവേണ്ടി ആരും ഇവിടെ തമ്പടിക്കണ്ട. പിന്നെ നാളെ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ചതിച്ചോ വയ്ക്കത്തപ്പാ? എന്റെ പൊന്നു മോളെ, എന്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോലെ. സകല കളിയും പൊളിയവേ. ഞാൻ എന്ത് ചെയ്യാനാ? പ്രഭ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അയ്യോ, എന്നൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നീ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ മോളെ ആലോചിക്കുന്നേ? ഈ പാവത്തെ കൈവിടല്ലേ. അച്ഛൻ അസുഖം നടിച്ചു കിടക്കുകയാണെന്ന് പ്രഭ എങ്ങാനും അറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ പ്രഭ ഓരോന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാനാകാതെ ഞാൻ നിന്ന് ഉരുക. ചതിക്കല്ലേ മോളെ. നിന്റെ മനസ്സിന്റെ ബലം കളയാതെ എന്റെ കൂടെ തന്നെ നിൽക്കണം. വലിയ നിന്ന് തല കുലുക്കുന്നവരെയെങ്കിലും. 54 ഏക്കർ 18 സെന്റ് സ്ഥലമാണ്. അയ്യോ എന്റെ വയ്ക്കത്തപ്പാ, കൈവിട്ട് പോകാതിരിക്കണേ. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലേ. മോളെ, ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുക. എന്റെ ഫൽഗു ഇനി എഴുന്നേറ്റ് നടക്കൂടാ? പാദത്തിന് ആയുർവേദമല്ലേ മോനെ നല്ലത്? കിട്ടും മോൻ അവസാനം കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത് അതിലാ. ഇത് ആയുർവേദം കൊണ്ട് തീരില്ല. പിന്നെ തെരണ്ടിവാല് കൊണ്ട് തല്ലണം. നീ നിന്റെ അച്ഛനെ കുറിച്ചാ പറഞ്ഞേ? അച്ഛനായി പോയതാണ് എന്റെ ദുഃഖം. എന്തുവാടാ പറഞ്ഞേ? പറഞ്ഞാൽ വലിയ ഞെട്ടരുത്. എന്റെ അച്ഛന് യാതൊരു അസുഖവും. അവൻ 2 കാലം തളർന്ന അഭിനയം, കലർപ്പില്ലാത്ത അഭിനയം. എന്റെ അച്ഛൻ, എന്റെ ഭാര്യ, ഇവിടെ എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുക. വലിയ എന്തിന്? എന്തിന്? അത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. കുറച്ചുകൂടെ കഴിയട്ടെ. എന്തുവാടാ ഈ പറയുന്നേ? ഇനി അങ്ങോട്ട് വിചിത്രമായ പല കാര്യങ്ങളും വല്യച്ഛൻ കാണും, കേൾക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലാവേ. എന്ത് കാര്യത്തിനും വല്യച്ഛൻ എന്നെ വിളിച്ചോണം. സംഭവബഹുലവും ഉഷ്ണരഹിതവുമായ ഒരു രാത്രി അങ്ങനെ കൊഴിഞ്ഞു വീണു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല.
അടിമോളെ സിമ്പൽ. പ്രിയമുള്ളവരെ, ഭീഷ്മാചാര്യർ ശരശയ്യയിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടിയത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. അച്ഛനോടൊരു കാര്യം തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. എന്റെ മനസ്സിന് വിഷമം വരുന്ന ഒരു കാര്യം മാത്രം നീ എന്നോട് പറയരുത്. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകരുത്. എനിക്ക് നിന്നെ അണ്ണനെ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കണം. കൈക്ക് എങ്ങനുണ്ട്? ഒരു കുഴപ്പമില്ലല്ലോ. കണ്ടില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. 2 കാലം തളർന്ന സ്ത്രീക്ക് 18 മണിക്കൂറിനുള്ളിൽ കയ്യും തളരേണ്ടതാണ്. എന്താ അച്ഛാ? എന്റെ 2 കൈയും പൊക്കാൻ പറ്റുന്നില്ല മോനെ. ഇതാണ് ഈ അസുഖത്തിന്റെ കുഴപ്പം. വലിയ നമ്മുടെ ആലുശ്ശേരി ഭാർഗവൻ പിള്ളയില്ലേ, പുള്ളിക്കും ഇതേ അസുഖമായിരുന്നു. 2 ആഴ്ചക്കുള്ളില് ഞാൻ നടത്തിച്ചു. അച്ഛൻ നാക്കൊണ്ട് നീട്ടിക്ക്. അയ്യോ, എന്റെ നാക്കിനൊരു കുഴപ്പമില്ല. മാത്രമല്ല പഴയതിനേക്കാളും വളരെ വ്യക്തമായി സംസാരിക്കാനും കഴിയുന്നുണ്ട്. വിശപ്പോ? അതേ ഉള്ളൂ. എന്നാ വിശപ്പാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഭാർഗവൻ പിള്ളയ്ക്ക് അസുഖം വന്നപ്പോ ആദ്യത്തെ 8 ദിവസം ഞാനൊന്നും കൊടുത്തില്ല. കാരണം ഒന്നും ഇറങ്ങിയില്ലായിരുന്നു. അത് ഭാർഗവ പിള്ളക്കല്ലേ, ഞാൻ ബൽക്കുല കുറിപ്പാ. എനിക്ക് ഇറങ്ങും. ഏതായാലും ഞാൻ ചികിത്സ തുടങ്ങാം. വലിയ ഒരു കണ്ണ് വേണം. എന്താ എന്താ എന്താണ് പറ അമ്മേ. എന്താ ആർക്കും ഒന്നും കൊടുക്കാതെ പ്രഭാകരൻ മുഴുവനും അടിച്ചു മാറ്റും. ഈ പാതിരയ്ക്ക് അമ്മയ്ക്ക് എങ്ങനെ തോന്നാൻ? ഉറക്കത്തിൽ തോന്നിയതൊക്കെ ഫലിച്ചിട്ടുമുണ്ട്. 54 ഏക്കർ 18 സെന്റ്. ചിറ്റപ്പൻ എങ്ങും തൊടാതെ നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആയുർവേദമല്ലേ, സാവധാനത്തിലെ പ്രവർത്തിക്കൂ. അപ്പൂപ്പനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നതുമില്ല. ഐഡിയ. എന്താ ഐഡിയ? എന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് നമുക്ക് അപ്പൂപ്പനെ CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചാലോ? അവരുടെ കയ്യിലാണെങ്കിൽ ലൈ ഡിറ്റക്ടർ ഉണ്ട്. അത് വെച്ച് ടെസ്റ്റ് ചെയ്താൽ 54 ഏക്കർ 18 സെന്റിന്റെ കാര്യം കിളവൻ മണി പോലെ പറയും. ഒരു CBI ലോക്കൽ പോലീസിനെക്കാളും മിടുക്കന്മാരൊന്നും അല്ല CBI. ഇവിടെ എത്രയോ കേസുകൾ CBI തെളിയിച്ചിട്ടുണ്ട്. ലോക്കൽ പോലീസെ മൊട്ട ഇട്ടിട്ടുള്ളൂ. അതൊക്കെ പണ്ട്. എടാ, CBI നല്ലൊരു കേസ് തെളിയിച്ചിട്ട് എത്ര കൊല്ലമായി? അയ്യോ, വേണ്ട, CBI വേണ്ട. നിന്റെ പല മന്ത്രിമാരും ഇന്നും ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങൾ ലോക്കൽ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടാ. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? നിർത്ത്. തമ്മി കടിച്ചു കയറാനല്ലാതെ നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാം? ഒരു പോലീസുകാരനും ഒരു രാഷ്ട്രീയക്കാരനും ഉള്ള വീടാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി തന്നെ വേണം. അല്ലെങ്കിലും കുരുട്ടുബുദ്ധിക്കും വളഞ്ഞ വഴിക്കും പെണ്ണുങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്ന് മിണ്ടായിരിക്കടാ. സഹദേവ, നീ എന്ന് പറഞ്ഞ പോലെ വലിയ കുടുംബസ്നേഹമുള്ള ആളാണല്ലോ പടത്തലവൻ. ഞാനൊന്ന് പറയാം, നീ അതുപോലെ ചെയ്യും.